എന്താടാ ഒരു കള്ളത്തരം? ഇറങ്ങി വാടാ ഇങ്ങോട്ടോ. നിന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോടാ? റൈഡോ? എവിടെ? റേസ്. സാറിന്റെ 500 മീറ്റർ ഓട്ടം ആർക്കാണ് മറക്കാൻ കഴിയുക സാർ? സ്പോർട്സ് പ്രേമികളാണല്ലേ? അതെ സാർ. എന്താടാ അത്? കാറ്. അതിനുള്ളിൽ എന്താടാ? സീറ്റ്. അതിനകത്തിരിക്കുന്ന എന്താണ്? സഞ്ചിയാ. ഇതിലടാ പെട്ടി. എന്താടാ പെട്ടി? എന്താണ് ഇതിന്റെ അകത്ത്? ഇത് ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മാണ് സാർ. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? ഭൈരവൻ. നിന്റെ പേരെന്താടാ? ഭൈരവൻ. അച്ഛന്റെ മോന്റെ പേരൊന്നോ? ഭൈരവൻ മകൻ ഭൈരവൻ. അത് ഭാസ്കര ഭൈരവൻ. ഇതുവരെ ഭൈരവൻ. ഇതെങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത്? പണയം വെക്കാൻ. അച്ഛന്റെ ചിതാഭസ്മം പണയം വെക്കുന്നു? അത് പിന്നെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുന്ന ഒരുതരം പണയം വെക്കലല്ലേ സാർ? ഞാൻ നിങ്ങളോട് ലിഫ്റ്റ് വയ്ക്കാൻ നേരി ഇറങ്ങിയോ? എന്റെ ജീപ്പ് കേടായി. ഏതായാലും നിങ്ങൾ നല്ല കാര്യത്തിൽ പോകല്ലേ, ഞാൻ തടസ്സപ്പെടുത്തില്ല. പൊയ്ക്കോളൂ. വേണ്ട സാർ, ഞങ്ങൾ സാറിന് സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിട്ട് പോവാം. വേണ്ട. സാറിന് സ്റ്റേഷനിൽ കൊണ്ടാക്കണം. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ. വേണ്ട. വേണം സാർ. വേണ്ട. വേണം. വേണ്ട. വേണം. വേണ്ട. നിൽക്കൂ. നമ്മൾ സ്പോർട്സ് നടക്കുമ്പോൾ ഓട്ടത്തിനിടയിൽ വെച്ചല്ലേ കണ്ടുപിടി? അതെ സാർ. ഓടുമ്പോ അവരെന്നെയല്ലേ കണ്ടു, ഞാൻ അവരെ കണ്ടില്ലല്ലോ. പിന്നെ എവിടെ വെച്ചാരെയും കണ്ടത്? ഏതായാലും ഇപ്പൊ കണ്ടില്ലേ. തമ്പുരാനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താ നീ പറഞ്ഞത്? തിരുവാഭരണാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. വീടിന്റെ ജപ്തി ഒഴിവാക്കാനാണെന്നും കുടുംബവക പണ്ടങ്ങളാണെന്നും പറഞ്ഞു. വാ. എന്താ ജപ്തി ഒഴിവാക്കാൻ വല്ല പുതിയ പദ്ധതിയും കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങളങ്ങ് പോയേക്കാം. ജപ്തി നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. വീട്ടുകാരറിയാതെ പറ്റിച്ച പണിയല്ലേ, അറിയിക്കേണ്ടവരെ നേരത്തെ അറിയിച്ചേക്കണം. വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ. വേണ്ട സാർ, അതൊന്നും വേണ്ടി വരില്ല. വീട്ടുകാരറിയാതെ പറ്റിച്ച പണിയാ, ശരിയാ. പക്ഷേ അവരെ തെരുവിലിറക്കേണ്ട ഗതികേടൊന്നും പൊന്നുമടത്ത് വിഷ്ണുനാരായണൻ ഉണ്ടാക്കില്ല. മുതലും പലിശയടക്കം ബാങ്കിൽ അടച്ചതിന്റെ രസീത്. ഇനിയിപ്പോ ഒരു സീൻ ഉണ്ടാക്കാതെ കഴിക്കാലോ, അല്ലേ സാർ? താങ്ങാവുന്നതിലധികം ഭാരം തലയിൽ എടുത്തു വെച്ച് കഴിഞ്ഞില്ലേ? മതി, ഇനി ഏട്ടൻ കഷ്ടപ്പെടരുത്. എന്തൊക്കെയാ നീ പറയണേ? ഏട്ടനല്ലാതെ പിന്നെ ആരാ അതൊക്കെ ചെയ്യണ്ടേ? എന്നിട്ടിപ്പോ എവിടുന്ന് കിട്ടി പണം? അതൊക്കെ ഏട്ടൻ തരപ്പെടുത്തി. ഒരു കടം തീർക്കാൻ മറ്റൊരു കടം. ഇനി ഇതെങ്ങനെയാ തീർക്കുന്നേ? ഒക്കെ ശരിയാവുന്ന. ഏട്ടന് ഇതൊന്നൊരു കഷ്ടപ്പാടേ അല്ല. കുറെ കാലായില്ലേ ഈ ഓട്ടം തുടങ്ങിയിട്ട്. ഇനിയും ഓടിയല്ലേ പറ്റൂ. കടങ്ങളെല്ലാം തീർത്ത് ആർഭാടമായിട്ട് നിന്നൊരുത്തന്റെ കൂടെ പറഞ്ഞയച്ചാ പിന്നെ ഈ ഏട്ടന് സ്വസ്ഥത. അതുവരെ ഈ പൊന്നുമടത്ത് വിഷ്ണുനാരായണൻ ഒരു വിശ്രമവുമില്ല. എന്താ യാസൻകുട്ടി, പണിയൊന്നുമില്ലേ? ഒരു പണി തരാം. കത്തിയെടു. ചെവി കേട്ടൂടെ? കത്തിയെടുക്കാൻ. ഇല്ല, എടുക്കുന്നില്ല. നിന്റെ മുഖത്തിട്ട് ഉരയ്ക്കുന്ന ഏർപ്പാട് ഞാനങ്ങ് നിർത്തി. അതെന്താ? ഷേവിംഗ് സോപ്പ് വെറുതെ കിട്ടുന്നതല്ല. നിന്റെ മുഖത്തിട്ട് പതപ്പിച്ചത് ബ്ലേഡ് പരുവത്തിലായി. പതപ്പിക്കുന്നതല്ലാതെ ഒന്ന് വടിച്ചെടുക്കുക അതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എടാ, അത് ഓരോ കോൾ വരുമ്പോ ഞാൻ ഇറങ്ങി ഓടണല്ലേ. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഇത് വടിച്ചിറക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. കത്തിയെടു. ഉറപ്പാണോ? ഉറപ്പടാ, വാ. അതേ ഇരിക്കേട്ടാ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇതിനല്ല, ഈ ആനവൈദ്യൻ വേലായുധനാശാന്റെ വീട് ഏതാ? അതിവിടെ അടുത്ത. എന്താ കാര്യം? ഞാൻ കുട്ടിശങ്കരൻ, തിരുമംഗലം കോലത്തൊന്ന് വരിക. ആട്ടെ, ഈ വൈദ്യർ എങ്ങനെ, ആള് കേമനാണോ? കൊള്ളാം, കേമനാണോന്നോ? വൈദ്യര് തൊട്ടാ തീരാത്ത രോഗം ഇവിടെ ഏത് ആനയ്ക്കാ ഉള്ളത്? ഓ, എന്നാ വൈദ്യര് കോളടിച്ചു. കോലോത്തെ കല്യാണിക്ക് ദീനം തുടങ്ങിയിട്ട് നാളേറെയായി. ആരാ ഈ കല്യാണി? തമ്പുരാന്റെ മോളാ? തമ്പുരാന്റെ മോള പേരും കല്യാണി തന്നെ. പക്ഷെ ഇത് ആ കല്യാണിയല്ല, ആന. കോലോത്തെ മൂത്ത പിടിയാന കല്യാണി. കഴിഞ്ഞ കർക്കിടകത്തിൽ തുടങ്ങിയതാ അസുഖം. ഇനി ചികിത്സിക്കാനൊരു വൈദ്യനും ഇല്ല. ആട്ടെ, വൈദ്യരെ കിട്ടുമോ? കിട്ടും. ഓ, എന്നാ കല്യാണി രക്ഷപ്പെട്ടു. അവളെ ദീനം മാറിയ തമ്പുരാക്കന്മാരി വൈദ്യരെ പൊന്നുകൊണ്ട് മൂടും. എന്താടാ മതം പൊട്ടിയ കൊമ്പനെ പോലെ ഒന്ന് കൊല വിളിക്കുന്നത്? മയക്കുപിടി വെക്കേണ്ടി വരുമോ? ഇങ്ങനെ പോയാൽ മയക്കുപിടി വെക്കേണ്ടി വരും. താമസിയാതെ കൊല വിളിയും കേട്ടെന്നിരിക്കും. അയ്യേ, നീ ഇവിടെ കുടിയും തേവാരായിട്ട് ഇങ്ങനെ നടന്നോ? അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയുള്ളൂ. എന്ത് നേടാ, കുറെ നേരമായല്ലോ പറു പറഞ്ഞോണ്ടിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, ഇതുപോലെ ചെറുകിട തരികിട ഇതുപോലെ ചെറുകിട തരികിട പരിപാടിയായിട്ട് നടന്ന് നമുക്ക് തിരുവാഭരണം തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്നാ ഇത്തിരി വലിയ തരികിട പരിപാടി എന്താന്ന് വെച്ചാ പറഞ്ഞതാ. അതിനുള്ളൊരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആണോ? വാ. മുണ്ടിട് വിത്രി കെട്ടവൻ.
സ്വന്തം വീട് പോലെ നിന്നോണം. നമോ ഭാഗം. ഈ ആനവൈദ്യൻ വേലാനാശന്റെ വീട്. അതെ, എന്താ തത്തോന്നറിയാൻ വന്നതായിരിക്കും. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ? വേലായുധനാശാനെ കാണണം പോലും. എങ്കിലും അങ്ങോട്ട് കേട്ടോളുക, അങ്ങനെ ഒരാളില്ല, മരിച്ചു. കിടപ്പിലാ മരിച്ച പോലെ കിടപ്പില്ല. അങ്ങനെയല്ലല്ലോ ബാർബർ പറഞ്ഞത്. ബാർബറോ? ഏത് ബാർബർ? നിങ്ങൾ ആരാ? ഞാൻ കുട്ടിശങ്കരൻ. തിരുമംഗലം കോലോന്ന് കേട്ടിട്ടില്ലേ? 18 ആനകളുള്ള രാജപരമ്പരയിൽപ്പെട്ട തറവാടാ അവിടുത്തെ കാര്യസ്ഥൻ. ആരായാലും ശരി, ആശാനെ കാണാൻ പറ്റില്ല, തീരെ കിടപ്പിലാ. ഇനിയിപ്പോ ആർക്കാ വേണ്ടത്? ആയ കാലത്ത് ആനക്കാരുടെ ക്യൂ ആയിരുന്നു ഇവിടെ, അറിയോ തനിക്ക്? ഒന്ന് മേലാണ്ടായപ്പോ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി പോലുമില്ല. ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ തറവാടിനകത്ത് തളർന്നു കിടക്കുക പാവം. ചേച്ചി തറവാട് പോലും എണ്ണാ നിലംപതിക്കാൻ അറിയാണ്ട് നിൽക്കുക. സങ്കടമുണ്ട് കുട്ടിശങ്കര, ഇശി സങ്കടമുണ്ട്. പിന്നെ പ്രതീക്ഷയ്ക്ക് വക നൽകാൻ ഒന്നേ ഉള്ളൂ, ആശാന്റെ സിദ്ധി 10 മടങ്ങി ഈ മകന് കിട്ടി, അത്ര തന്നെ. മകനാണോ? ഞാനല്ല, ദാ. വണക്ക വൈദ്യരെ, ആശ്വാസമായി. ഇനി വന്ന കാര്യം പറയാം. കോലോത്തെ കൊച്ചി കല്യാണിക്ക് ദീനം തുടങ്ങിയിട്ട് മാസം 1 പല വൈദ്യന്മാരും വന്ന് ചികിത്സിച്ചു, ഒരു കുറവുമില്ല. ആശാനെ കുറിച്ച് കേട്ടപ്പോ അതുകൂടെ പരീക്ഷിച്ചേക്കാമെന്ന് കരുതി. ഇനിയിപ്പോ ആശാനില്ലെങ്കിലും അതിനേക്കാൾ മിടുക്കനായ മകനുണ്ടല്ലോ, അത് മതി. ഇല്ല, ഞാൻ വരില്ല. അയ്യോ, അങ്ങനെ പറയരുത്. വൈദ്യരെ കൊണ്ടുവന്നില്ലെങ്കിൽ തമ്പുരാൻ എന്റെ തല കൊയ്യും. എന്താ വിഷ്ണു നീ പറയണേ? രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടപ്പോ ഇങ്ങനെ ഇടഞ്ഞേക്കാ വേണ്ടത്? രക്ഷപ്പെടുക എങ്ങനെ? ഞാൻ പോവാം, ചികിത്സിക്കാം, ദീനവും മാറ്റാം. ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാനുള്ള വകയിൽ തമ്പുരാൻ ഉണ്ടാക്കി തരുവോ? തരും തരും, ചോദിക്കുന്നത് എന്തും തരും. തമ്പുരാന്റെ പട്ടാഭിഷേകം ആ കുംഭം 3-ന്. അതിനു മുമ്പ് കല്യാണിയുടെ ദീനം മാറിയ പൊന്നും പണവും വാരി കോരി തരും തമ്പുരാൻ. കുംഭം 3 സത്യമാണോ ഇത്? സത്യം. എന്നാൽ ഇനി ആലോചിക്കാനില്ല, ഞങ്ങൾ വരുന്നു. സന്തോഷായി. പിന്നൊരു കാര്യം, തമ്പുരാനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. ഇണങ്ങിയാൽ ചങ്ക് പറിച്ചു കൊടുക്കും, പിണങ്ങിയാൽ ചങ്കിടിച്ച് കലക്കും. അതാ ആദിവർമ്മ തമ്പുരാൻ. ചന്ദ്രകോളം തലയിൽ വന്ന് വീണാലും അനങ്ങില്ല, അതാ പ്രകൃതം. അയ്യോ, എന്തു പറ്റി? ഇടത് ചന്തി പഞ്ചറായി എന്നാ തോന്നുന്നത്. ഓ, ഇനി പട്ടാഭിഷേകത്തിന് ഈ ചന്തി കുത്തി ഞാൻ എങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കും? ദൃഷ്ടിദോഷാവും. ദൃഷ്ടിദോഷമല്ല, സൃഷ്ടിദോഷം. നമുക്കുണ്ടല്ലോ 2 സൃഷ്ടികൾ. ആരാടി അവിടെ എണ്ണ ഒഴിച്ചത്? വിളിക്കുന്ന കണ്ടില്ലേ? ആരാ അവിടെ എണ്ണ ഒഴിച്ചത്? കല്യാണി. ചിന്ന ചിന്ന ആശേ ചിറകടിക്കും ആശേ മുത്തു ആശേ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ആശ? എവിടെയാ കുറുമ്പുകാരി? വന്ന് കേറിയില്ല, അതിന് മുമ്പ് തുടങ്ങി. എന്താ എന്താ ആ കുട്ടി കാണിച്ച അന്യായം കണ്ടില്ലേ അമ്മേ? ഗോണിപ്പടിയിൽ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കണോ? ഇതറിയാണ്ട് വന്ന കേശവട്ടൻ ദേ മലക്കം മറിഞ്ഞൊരു വീഴ്ച. കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നോ? നിക്കടി അവിടെ. എടീ നിക്കാൻ.